ഹായ് ഫ്രണ്ട്സ്, ചെമ്പനൂർ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവി സച്ചിൻ്റെ കാർ വാങ്ങിച്ച ആളുടെ അടുത്തേക്ക് വരികയാണ്. മഹേഷിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അയാളോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ കാറ് വിറ്റത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് തിരികെ തരുമെന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, ഈ കാറ് ഞാൻ വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ല, ഒരുപാടൊന്നും ഓടിച്ചിട്ടുമില്ല, പിന്നെ പെട്ടെന്ന് അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി വീണ്ടും പറയാണ്, എൻ്റെ മോൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, അപ്പോൾ അവന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ പറയുന്നത്, ദയവേത് നിങ്ങൾ ആ കാറ് തരണം എന്നൊക്കെ പറയണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു 5 ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾ ആ കാറ് കൊണ്ടുപോയിക്കോളാൻ പറയാം കേട്ടോ. അപ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രവി പെട്ടെന്ന് ആകെ ഞെട്ടിപ്പോകണം. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, 5 ലക്ഷം കുറച്ച് കൂടുതലല്ലേ സാറേ എന്ന് പറയണം. 4 ലക്ഷം രൂപയ്ക്കാണല്ലോ കാറ് വാങ്ങിച്ചത്. അപ്പോൾ ആൾ പറയാണ്, ശരി എന്നാൽ ഒരു 4.5 ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾ കാറ് കൊണ്ടുപോയിക്കോ, കാറ് ഞാൻ തരാം, 4 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ രവി പറഞ്ഞിട്ടുണ്ട്, ശരി എന്നാൽ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ പണമായിട്ട് വരുമ്പോൾ എനിക്ക് ആ കാറ് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി ആ പണമായിട്ട് വന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ രവി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. രാത്രി ഇങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി കുറേ വേദനയോട് കൂടിയിട്ട് കാറ് കഴുകാൻ പോകുന്ന സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്ര റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രയോട് രവി പറയുകയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്, നീ ഇവിടെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ രവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ശ്രീകാന്തിൻ്റെ കാര്യമാണോ, ശ്രീകാന്തിനെ തിരികെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല, ശ്രീകാന്ത് എന്നെ വിട്ടുപോയി, എനിക്ക് അങ്ങനെ ഒരു മകനില്ല, അവനെക്കുറിച്ച് നീ സംസാരിക്കരുത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടൂല കേട്ടോ. പിന്നെ പറയാണ്, ഞാൻ സച്ചി കാറ് കഴുകുന്ന ജോലിയല്ലേ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ആലോചിക്കുകയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ ഏത് ജോലിയും ചെയ്യാത്തത്, അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവനെ ഒരു ജോലിയിലും അങ്ങനെ ഉറച്ചൊന്നും നിൽക്കാറില്ലല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒടിക്കൊന്നും വേണ്ട, അവൻ ഏത് ജോലി വേണമെങ്കിലും ചെയ്തോളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് ശരിയല്ല, രേവതി പറഞ്ഞത് കേട്ടില്ലേ, രേവതിക്കും നല്ല വിഷമമുണ്ട്, അവൾ ആ ഫിനാൻഷ്യറുടെ അടുത്ത് പോയിട്ട് വരെയും കാല് പിടിച്ച് ചോദിച്ചില്ല അവന് വേണ്ടിയിട്ട് ഒരു കാറ് തിരികെ നൽകാൻ. അവളോട് ആരാ പറഞ്ഞത് പോയി വാങ്ങിക്കാനായിട്ട്, പോയി അയാളെ കാണാനായിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അവളോട് നമ്മളാരെങ്കിലും പറഞ്ഞോ അയാളെ പോയി കാണാൻ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രവി പറയാണ്, അത് അവളുടെ ഭർത്താവ് ഇങ്ങനെ കാറ് കഴുകുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അവൾക്കത് വിഷമമുണ്ടാവില്ലേ, അപ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യില്ലേ, അതുപോലെ നമ്മൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന് ആ കാറ് തിരികെ വാങ്ങിച്ചു കൊടുക്കാം. കാറ് തിരികെ വാങ്ങിച്ചു കൊടുക്കാൻ അതെങ്ങനെയാണെന്ന് ചോദിക്കാം കേട്ടോ. നമുക്ക് ആധാരം ഒന്ന് പണയം വയ്ക്കാമെന്ന് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആധാരമൊക്കെ വെച്ച് പണയം വെച്ചിട്ട് ആ കാറ് തിരികെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി വരെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ അത് നിഷേധിക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഒന്നും മിണ്ടാതെ കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവന് വേണ്ടിയിട്ട് അത് ചെയ്യണം, അവനെന്തായാലും ആ ഒരു കാറില്ലാതെ പറ്റൂല, അവൻ ആ കാറ് തിരികെ മേടിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം ചന്ദ്ര പറഞ്ഞു, ശരി എന്നാൽ രവിയേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ നീ ഒരു സന്തോഷം ഇല്ലാണ്ട് പറയുന്നത്, നീ സന്തോഷത്തോടു കൂടി പറയുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ചന്ദ്ര സന്തോഷത്തോടു കൂടി പറഞ്ഞു, ശരി ആ കാറ് പണയം വെച്ച് അവൻ ആ കാറ് തിരികെ കൊടുത്തോ, ആയ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ആ കാറ് തിരികെ കൊടുത്തോളാം പറയാം കേട്ടോ. എന്തായാലും കുറച്ചും കൂടെ പണം കൂടുതൽ മേടിക്കും, എൻ്റെ ശ്രുതിയുടെയും സ്വർണ്ണങ്ങളൊക്കെ എടുപ്പിക്കാമല്ലോ അതും വെച്ചിട്ടെന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സമ്മതിക്കാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ സച്ചി ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിളമ്പി കൊടുക്കണം. ആ സമയത്ത് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രല്ല രേവതി ചോദിക്കുന്നുണ്ട് സച്ചിനോട്, ആ കാറ് കഴുകാൻ പോകുന്ന ജോലിക്ക് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, ഇനി അതിന് പോകണമെന്ന് ചോദിക്കാണ്. പോകണം രേവതി, പോകാതെ പറ്റൂല. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വലിയ ബുക്കിൽ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ മോളെ കാൽ തന്നെ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ അക്കൗണ്ട്സൊക്കെ ഒന്ന് ശരിയാക്കണം ആൻറ്റി, മേഡത്തിനെ കാണിക്കേണ്ടതെന്ന് പറയും കേട്ടോ. മേഡോ, ഏത് മേഡം എന്ന് ചോദിക്കാണ്ട് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ വേഗം ശ്രുതി പറയുന്നുണ്ട്, അല്ല അതല്ല നീ തന്നെയല്ലേ ആയ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ, അപ്പോൾ പിന്നെ നീ ഏത് മേഡത്തിനെ കാണിക്കാൻ. അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ആകെ ഒരു ഞെട്ടൽ പോലെ ആവട്ടെ. പിന്നെ പെട്ടെന്ന് പറയും, അല്ല ഒരു ഓഡിറ്റർ വരും, അപ്പോൾ ആ ഓഡിറ്ററെ കാണിക്കാനാണ് ഈ കണക്കൊക്കെ ശരിയാക്കുന്നത്. ഓ അങ്ങനെയല്ലേ, ആ മോള് കുറേ കഷ്ടപ്പെടേണ്ടി വരും, ഇനിയിപ്പോൾ ഇവിടെ ചിലവിന് നോക്കേണ്ട മോള് മാത്രമല്ലേ, ഈ വീട്ടിലിപ്പോൾ ജോലിയുള്ളത് മോള് മാത്രമാണ്. സച്ചിനെയും രേവതിനെ നോക്കിക്കൊണ്ടാണ് കേട്ടോ, ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്, കളിയാക്കുന്നത് പോലെ.
ഇനിയിപ്പോൾ മോളെ തന്നെയായിരിക്കും കൂടുതൽ ചിലവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അയ്യോ ആൻറ്റി അപ്പോൾ ശ്രുതിക്ക് ജോലി ഇല്ലേ ചോദിക്കാൻ കേട്ടോ. ശ്രുതിക്കും ഉണ്ട്, എങ്കിലും മോളെ തന്നെയാണല്ലോ കുറച്ച് അധികം ചിലവ് ചെയ്യേണ്ടത്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നിന്നിട്ടുണ്ടെങ്കിലേ ശരിയാകൂല എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥം വെച്ചിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയോട് നീ നേരത്തെ ചോദിച്ചില്ല എന്നോട് കാറ് കഴുകുന്ന ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോന്ന്, ഇപ്പം അതിന് മറുപടി കിട്ടിയില്ലേ എന്ന് പറയാണ്. അതെ, ഈ എത്ര വിലയില്ലാത്ത എത്ര നല്ലവനായാലും സ്നേഹമുള്ളവനായാലും ജോലിയില്ലെങ്കിൽ വിലയുണ്ടാവില്ല, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് വിലയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷമത്തോട് കൂടിയിട്ട് ആ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ. അന്നേരം ശ്രുതിയും പോകും. പിന്നെ ശ്രുതിയോട് ചന്ദ്ര പറഞ്ഞത് കേട്ടില്ലേ നീ, ജോലിയുള്ളവന് വില ഉണ്ടാവുള്ളൂ, നീ കേൾക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയട്ടെ. അമ്മേ അവന് കാറ് കഴുകണ ജോലിക്കൊക്കെ പോകാം, പക്ഷെ എനിക്ക് അവന് പോകാൻ പറ്റുമോ, കുറേ ഡിഗ്രികളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയട്ടെ. ഡിഗ്രികൾ അതിനിപ്പോൾ കടലാസിൻ്റെ വില പോലും ഇല്ലല്ലോടാ എന്ന് പറയാം അമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നീട് അവിടേക്ക് രവി വരികയാണ് കേട്ടോ. രവി വരുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ മുഖമൊക്കെ തുടച്ചിങ്ങനെ വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആരോ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ശരി ഞാൻ ദേ വരുന്നു എന്ന് പറയാം കേട്ടോ. സച്ചി എൻ്റെ കൂടെ ഒന്ന് വന്നേന്ന് പറയട്ടോ. മോളെ രവതി നീയും വായോ എന്ന് പറയും. അപ്പോൾ എവിടേക്കാണ് വെച്ചാൽ വാ, നിനക്ക് ഞാനൊരു കാഴ്ച, കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ച എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി വാടാ എന്ന് പറയട്ടോ. എവിടേക്കാച്ചാ, എവിടേക്കാണെന്ന് പറഞ്ഞാൽ മാത്രം നീ വരുള്ളൂ എന്ന് ചോദിക്കണം. അങ്ങനെ ഒന്നുമില്ല, എന്നാൽ എല്ലാവരും വാ. അപ്പോൾ ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ മുറ്റത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് വരുന്നുണ്ട് ഗേറ്റ് തുറന്നിട്ട്. അപ്പോൾ മഹേഷിൻ്റെ അടുത്തേക്ക് സച്ചി ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക എന്താണ് മഹേഷ്, അച്ഛൻ കാർ ഏൽപ്പിച്ചിട്ടുണ്ടോ നിൻ്റെ, ഞങ്ങളറിയാണ്ട് അച്ഛൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ മഹേഷ് പറയും നിൻ്റെ അച്ഛൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലേ അത് നിൻ്റെ കാറിൽ തന്നെയായിരിക്കും എന്ന് പറയും. അപ്പോൾ സച്ചി പറയും എൻ്റെ കാറിലോ, എൻ്റെ കാർ എനിക്ക് കാറില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ കാറിൽ പോകുന്നത്, നിൻ്റെ സ്വന്തം കാറിൽ നിൻ്റെ അച്ഛനെ കൊണ്ടുപോയാൽ മതി എന്ന് പറയട്ടെ. സ്വന്തം കാറോ എന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് അങ്ങ് തുറന്നു കൊടുക്കുമ്പോൾ സച്ചിയുടെ കാർ അവിടേക്ക് എടുക്കണം കേട്ടോ. സച്ചി ഓടിച്ചെല്ലാണ് കേട്ടോ, കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് കാറിനിങ്ങനെ നോക്കാനിട്ട് പറഞ്ഞിട്ടാ ഇത് വിറ്റ കാറല്ലേ, നീ എന്തിനാണ് ഇടയ്ക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അതെവിടെയാണ് കിടക്കേണ്ടത് എന്ന് പറയും കേട്ടോ. ആ കാറ് നിൻ്റെ സ്വന്തം തന്നെയാണ്, നിൻ്റെ അച്ഛന് നിനക്ക് വേണ്ടിയിട്ട് തിരികെ വാങ്ങിച്ച കാറാണെന്ന് പറയട്ടോ. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിക്കും അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ രേവതി അച്ഛനോട് അച്ഛാ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു നീ വിശ്വസിക്കേണ്ടടി, നിന്നോട് വിശ്വസിക്കാൻ ആരാ പറഞ്ഞതേ, 4 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ടാ രവിയേട്ടനെ ഈ കാറ് തിരികെ വാങ്ങിയതെന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രനോട് രവി പറയും, ചന്ദ്രൻ നീ എന്തൊരു ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നത്, നിൻ്റെ സ്വർണ്ണങ്ങളും സുധീര സ്വർണ്ണങ്ങളൊക്കെ അത് എടുത്ത് പണയം വെച്ചിട്ട് ആധാരം പണയം വെച്ച കാശിൽ നിന്ന് തന്നെ എടുത്തിട്ടല്ലേ മേടിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. കാറിനിങ്ങനെ കെട്ടി പിടിച്ചെന്ന് പറഞ്ഞ രീതിയിൽ കരയാണ് കേട്ടോ, പൊട്ടിക്കരയുന്ന പോലെ. അപ്പോൾ അന്നേരം അവിടെ ശ്രുതി പറയുന്നത് അച്ഛാ ഇത് ശരിയായില്ല കേട്ടോ അച്ഛാ, ഇത് ഒട്ടും ശരിയായില്ല, ആരോട് ചോദിക്കാതെ അച്ഛൻ ആധാരം എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് കാറ് തിരികെ, അതും ഈ പാട്ട വണ്ടി തിരികെ എടുത്തുകൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല. ഒരിക്കലും അമ്മ ആധാരം പണയം വെച്ചാൽ അച്ഛനോട് എന്തൊക്കെ പുകയിലുണ്ടാക്കി, എന്നിട്ടിപ്പോൾ അച്ഛൻ ആധാരം ആരും അറിയാതെ പണയം വെച്ചിട്ട് ഈ കാർ എടുത്തോ, അത് ശരിയായിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ രവി പറയും ആധാരം പണയം വെച്ചത് ആരും അറിയാതെയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് അറിയാം, നിൻ്റെ അമ്മനോട് ചോദിച്ചിട്ട് സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ ആധാരം പണയം വെച്ച് കാറ് തിരികെ എടുത്തെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. സച്ചി ഇങ്ങനെ ചന്ദ്രനെ നോക്കും. ചന്ദ്രൻ കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട് രവി സച്ചിനിങ്ങനെ നോക്കുന്നുണ്ട്, ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞ് എന്നാലും അത് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ കാറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.